ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട്. ദൈവത്തിന് നല്ല ഉറപ്പുണ്ട്. യേശു കർത്താവ് തൻ്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് എനിക്ക് തന്നതിൽ ഒന്നിനെയും കളയാതെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശുവിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിൻ്റെയാണ്. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. നിങ്ങൾക്ക് ദൈവവചനം കേൾക്കാൻ കഴിയുന്നത് നിങ്ങൾ യേശുവിൻ്റെ ആയതുകൊണ്ടാണ്. എല്ലാവർക്കും ഇത് സ്വീകരിക്കാൻ കഴിയില്ല. ഇത് ദൈവം തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ ഈ ശബ്ദത്തോട് പ്രതികരിക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ യേശുവിൻ്റെയാണ്. യേശുവിന് നല്ല നിശ്ചയമുണ്ട് നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണെന്ന്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നിങ്ങൾ കൂരിരുൾ താഴ്വരയിൽ കൂടി ആയിരിക്കാം കടന്നു പോകുന്നത്. വെള്ളത്തിൽ കൂടി തീയിൽ കൂടി കടന്നു പോകുന്നത് പോലെ ഇന്നലകളിൽ പിതാക്കന്മാർ കടന്നുപോയ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. എന്നാൽ ദാവീദ് പറഞ്ഞു, ഞാനൊരു അനർത്ഥവും ഭയപ്പെടുന്നില്ല. എൻ്റെ ഇടയനായ ദൈവം എന്നെ നടത്തുന്നത് കൊണ്ട് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ദാവീദിന് നിശ്ചയമുണ്ട് തൻ്റെ ഇടയനായ ദൈവത്തെക്കുറിച്ച്. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്കാണ് ദൈവം എന്നെ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകാം. എങ്കിലും നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളെ നടത്തുന്ന ദൈവത്തിന് നിശ്ചയമുണ്ട്. നിങ്ങൾ വിളിച്ച ദൈവത്തിന് നിശ്ചയമുണ്ട്. ഈ യാത്ര അവസാനിക്കുന്ന നിത്യതയിലാണ്. യേശു പറഞ്ഞു, പിതാവ് എനിക്ക് തന്നതാണ് എൻ്റെ അടുക്കൽ വന്നവരെല്ലാവരും. ഞാനവരെ ഒരു നാളും കൈവിടില്ല. ഞാനവരെ തള്ളിക്കളയില്ല. ഒന്നിനെയും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. ഒടുക്കത്തെ നാളിൽ ഞാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ യാത്ര ഉയർപ്പിലേക്കാണ്. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുകയില്ല. കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിത്യതയാണ്. ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നന്മകളല്ല യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവ് രക്ഷിതാവായി സ്വർഗത്തിൽ നിന്ന് വരുമെന്നാണ്. നമ്മെ ചേർക്കുവാൻ രക്ഷയുടെ പൂർത്തീകരണം ഉണ്ടാകുന്നത് അപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന് നല്ല നിശ്ചയമുണ്ട്. എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ ഒരു നാളും നശിച്ചു പോകുകയില്ല. നിങ്ങളുടെ കാൽ വഴുതുകയില്ല. ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം നിങ്ങളെ പരിപാലിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെയാണ്. വലിയ വില മുടക്കിയിട്ടാണ് ദൈവം നിങ്ങളെ സ്വന്തമാക്കിയത്. തൻ്റെ പുത്രനായ യേശുവിനെ കൊടുത്തിട്ടാണ് ദൈവം സ്വന്തമാക്കിയത്. യേശുവിൻ്റെ രക്തം കൊണ്ടാണ് നിങ്ങളെ കഴുകിയത്. പ്രിയപ്പെട്ടവരെ, ഒരു നാളും നിങ്ങൾ നഷ്ടപ്പെടുകയില്ല. അല്പം വേദനകളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. തളരരുത്. യേശുവിനോട് ചേർന്ന് നടക്കണം. യേശുവിനോട് കൂടുതൽ അടുക്കണം. പ്രാർത്ഥനയിൽ വചനധ്യാനത്തിലും മുന്നേറണം. യേശുവിന് നിശ്ചയമുണ്ട്. നിങ്ങൾക്ക് നിശ്ചയമുണ്ടോ? ഇന്ന് പകൽ നിശ്ചയമുള്ളവരാകുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആഹ്വാനം നൽകുകയാണ്. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവാൻ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.